നമ്മുടെ നാട്ടിൽ തൃശ്ശൂർ പൂരം ഒരു പേര് കേട്ട പൂരമാണ്. വലിയ പേര് കേട്ട ഒരു വലിയ പൂരമാണ് തൃശ്ശൂർ പൂരം. ഒരുപാട് ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസം, അവരുടെയൊക്കെ സന്തോഷിപ്പിക്കുന്നൊരു ദിവസമാണ് തൃശ്ശൂർ പൂരം നടക്കുന്ന ദിവസം. പക്ഷെ അവിടുത്തെ വെടിക്കെട്ട്, ഏറ്റവും പ്രധാനമായുള്ളത് വെടിക്കെട്ടാണ്. അത് നേരത്തെ തന്നെ നടന്നു, ചില സൗകര്യാർത്ഥം അത് നേരത്തെ തന്നെ നടന്നു എന്നാണ് ഈ പറഞ്ഞത്. സങ്കടമുണ്ട് ഇത് കാണുമ്പോൾ. ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോയി. ഒരുപാട് ആളുകൾ മരിച്ചു, ഒരുപാട് ആളുകൾ വലിയ പരിക്കേറ്റ് ആശുപത്രിയിൽ. മുണ്ടത്തിക്കോട് ഇപ്പോൾ നടന്ന ഈ വലിയ വെടിക്കെട്ട് ഒന്നാകെ കത്തി നശിപ്പിച്ചതും കോടിക്കണക്കിന് രൂപയുടെ മരുന്നുകളാണ് പൊട്ടിത്തെറിച്ചത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവർക്കും ഇൻട്രസ്റ്റ് എന്താ വെച്ചാൽ വെടിക്കെട്ടാണ്. അത് കാണാനാണ് എല്ലാവരും പോകുന്നത്. അത് അമ്പലത്തിലാവട്ടെ, ക്രിസ്ത്യൻ പള്ളിയിലാവട്ടെ, അതുപോലെ തന്നെ നേർച്ച എന്ന പേരിൽ നടക്കുന്ന, മുസ്ലിങ്ങളുടെ പേരിൽ നേർച്ച എന്ന മഹത്തായ പേരിൽ നടക്കുന്ന പൂരമാവട്ടെ, ഏത് പൂരത്തിനും ഇമ്പോർട്ടൻ്റ് വെടിക്കെട്ടാണ്. ഇത് വലിയ അപകടം ഉണ്ടാക്കുന്നതാണ് എന്നറിഞ്ഞിട്ടും എത്ര ശ്രമിച്ചാലും ഒരു തരി തീ മതി എല്ലാം നശിക്കാൻ. എന്നിട്ടും ഇതൊന്ന് നിരോധിക്കാനോ ഇത് നിർത്തിവെക്കാനോ ആരും തയ്യാറാവണില്ല. ഒരുപാട് ജീവൻ പൊലിഞ്ഞു, കയ്യും കാലും ഒക്കെ തെറിച്ചു പോയി എന്ന് കേൾക്കുമ്പോൾ എത്രമാത്രം ഭീകരമാണ് ആ മരണമൊക്കെ നടന്നത്. എന്നിട്ടും നമ്മുടെ നാട്ടിൽ ഇതൊരു വലിയ വിഷയമായിട്ട് തന്നെ നടക്കുകയാണ്. ചിലയിടത്തൊക്കെ പടക്കണ്ട് പൊട്ടുമ്പോൾ, അമ്പലത്തിലും മറ്റുപോലെ ഈ പൂരങ്ങളിലൊക്കെ പടക്കങ്ങണ്ട് പൊട്ടുമ്പോൾ കുഞ്ഞു മക്കൾ പെട്ടെന്ന് ഞെട്ടിപ്പോകുന്നത് എത്ര അപകടമാണ്. പെട്ടെന്ന് എല്ലാവരും ഞെട്ടിപ്പോകും. കാരണം ആ നിലക്കുള്ള ഭൂമി കുലുങ്ങുന്നത് പോലുള്ള സൗണ്ടുകളാണ് പുറത്തേക്ക് ചാടുന്നത്. അങ്ങനെ കുറേ പൊട്ടിച്ചത് കൊണ്ട് എന്ത് ആത്മീയതയാണ് അതിൽ നിന്ന് കിട്ടുന്നത്? എല്ലാവർക്കും ഇൻട്രസ്റ്റ് പൊട്ടിക്കലാണ്. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും പൊട്ടിച്ചാലെല്ലാം കഴിഞ്ഞു എന്നാണ്. ആ പൊട്ടലോടുകൂടെ എല്ലാവർക്കും സമാധാനമായി. പക്ഷേ ഇതുണ്ടാക്കി തീർക്കുന്ന, ഇടയ്ക്കൊക്കെ ഇതുണ്ടാക്കി തീർക്കുന്ന അപകടങ്ങൾ വലുതല്ലേ? ഇത് അപകടമാണെന്ന് അറിഞ്ഞിട്ടും അതിന്മേൽ കിടന്ന് കെട്ടിമറിയാൻ എത്ര പേരാണ്. ഈ വെടിക്കെട്ടൊന്ന് അവസാനിപ്പിച്ച് മറ്റു വല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ പോരെ? ഇപ്പം ആ ജനങ്ങളുടെ, ആ വീട്ടുകാരുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിത്യജീവിതത്തിന് വേണ്ടി ജോലി ചെയ്ത് എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് കുടുംബങ്ങളെ നോക്കാൻ വേണ്ടി ജോലി ചെയ്യുന്ന ആളുകളൊക്കെയാണ് കയ്യും കാലൊക്കെ തെറിച്ച് പോയി മരണപ്പെട്ടു പോയത്. എത്രയോ പേര് ആശുപത്രിയിലാണ്. സാമ്പിൾ വെടിക്കെട്ടിനും അതുപോലെ തന്നെ പ്രധാന വെടിക്കെട്ടിനൊക്കെ ഉള്ള മരുന്നുകളൊക്കെ കത്തി തകർന്ന് തരിപ്പണമായി. ഇപ്പോഴും അവിടെ ഇങ്ങനെ പൊട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, ടി വിയിലൊക്കെ കാണുന്നത്. എന്തൊരു അപകടമാണിത്. ഇങ്ങനത്തെ അപകടമുള്ളതൊക്കെ ഒന്ന് നിരോധിച്ചാൽ ജനങ്ങൾക്ക് അതുകൊണ്ട് എന്ത് നേട്ടമാണ് അതുകൊണ്ടുള്ളത്? ഈ കുറേ പൊട്ടി തകർന്ന് അങ്ങനെ ഭൂമി ഒന്നാ കുലുങ്ങുന്ന നിലക്കുള്ള വലിയ പൊട്ടലൊക്കെ നടത്തി ആകാശത്തേക്ക് കുറേ പൊട്ടിച്ചങ്ങ് വിട്ടത് കൊണ്ട് ആ കാശങ്ങ് നഷ്ടപ്പെടുക എന്നല്ലാതെ എന്താണ് അതുകൊണ്ട് അതിൽ കിട്ടുന്നൊരു അനുഭൂതി എന്താണെന്ന് മനസ്സിലാവണില്ല. എങ്കിൽ ഇങ്ങനൊരു അപകടമുള്ളതാണ്, അതുകൊണ്ട് വലിയ നേട്ടമൊന്നുമില്ല എന്നതുകൊണ്ട് അതങ്ങ് നിർത്തിയാൽ എന്താ നല്ലത്? എത്ര നല്ലതാണ്. അതൊക്കെ നിരോധിക്കേണ്ടതല്ലേ? ഇതിനെക്കുറിച്ചൊന്ന് ആധികാരികമായി ഉത്തരവാദിത്തപ്പെട്ടവർ ചിന്തിക്കേണ്ടതല്ലേ? എത്ര സ്ഥലത്ത് ഇതുപോലെ വെടിക്കെട്ട് പൊട്ടിത്തകർന്ന് എത്ര പേര് മരണപ്പെട്ടു. ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? ഈ വെടിക്കെട്ടല്ലാത്ത മറ്റെന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ നടത്തിക്കോളൂ. ഈ പൊട്ടലും ചീറ്റലും ഭൂമി കുലുങ്ങുന്ന നിലക്കെല്ലാം കൂടി തകർത്ത് തരിപ്പണമാക്കി അങ്ങോട്ട് പൊട്ടിത്തകർന്നാൽ കുറേ ആളുകൾ അതങ്ങനെ കണ്ടാണ്ട് ആസ്വദിച്ചാൽ അതിലെന്ത് ആസ്വാദനമാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ദയവ് ചെയ്തിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ നിർത്താൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിക്കുന്നത് നല്ലതായിരുന്നു. വലിയ അപകടമല്ലേ ഈ കാണുന്നത്? ആ കുടുംബങ്ങൾക്കൊക്കെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ആ മരണപ്പെട്ടവർക്കൊക്കെ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.